അബ്ദുല്ലാഹിബ്നു അബ്ബാസ് തങ്ങൾ വലിയ ബുദ്ധിയുള്ള ആളാണ്, നന്നായി വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ആളാണ്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് തങ്ങൾ വ്യാഖ്യാനിച്ചതുപോലെ റസൂലുള്ളാഹി തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ നിലക്ക് നല്ല പവറുള്ള കഴിവുള്ള ആളാണ് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് തങ്ങൾ. മഹാനവറുകൾ രണ്ടാമതും പറയാണ്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന ഖദ്ർ സൂറത്തിൽ 3 തവണയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന പ്രയോഗം ആവർത്തിച്ചിട്ടുള്ളത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. കണ്ടോ, 3 തവണയാണ് പറഞ്ഞിട്ടുള്ളത്. ലൈലത്തുൽ ഖദ്ർ എന്ന ആ ഒരു വാചകം 9 അക്ഷരം കൊണ്ടുണ്ടാക്കിയതാണ്. എണ്ണി നോക്കൂ നിങ്ങൾ, 9 അക്ഷരം. ലൈലത്തുൽ ഖദ്റിലെ ആകെയുള്ള അക്ഷരം 9 എണ്ണം. അപ്പൊ 9 അക്ഷരമുള്ള ലൈലത്തുൽ ഖദ്ർ എന്ന പ്രയോഗം 3 തവണ ആ സൂറത്തിൽ ആവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ 3 9 27 രാവിനാണ് എന്നത് മറ്റൊരു തെളിവ് കൂടി ഞാൻ അവതരിപ്പിക്കുന്നു. ഉമറുൽ ഫാറൂഖ് തങ്ങളെ, ആ സമയത്ത് മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിക്കുകയാണ്, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് തങ്ങളെ, ഇനി വല്ലതും നിങ്ങൾക്ക് പറയാനുണ്ടോ? ആ സമയത്ത് മഹാനവറുകൾ പറയാണ്, സൂറത്തുൽ ഖദ്റിൽ 30 വാചകങ്ങളാണുള്ളത്. 30 വാചകങ്ങളാണ് സൂറത്തുൽ ഖദ്റിലുള്ളത്. അതിൽ ആ രാത്രി എന്ന് പറഞ്ഞ് അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് നാമവാക്യം കൊണ്ട് പ്രയോഗിച്ച ഒരു പ്രയോഗം ഹിയ എന്നാണ്. അഥവാ ഹിയ എന്ന് പറഞ്ഞാൽ ആ ലൈലത്തുൽ ഖദ്ർ സലാമുൻ ഹിയ, ആ ലൈലത്തുൽ ഖദ്ർ രക്ഷയാണ്, ഹത്താ മത്ലഇൽ ഫജ്ർ, പ്രഭാതം വരെ. ഹിയ എന്ന പ്രയോഗം മറ്റു 3 സ്ഥലത്തും ലൈലത്തുൽ ഖദ്ർ എന്ന് ആവർത്തിച്ചിട്ട് പിന്നെ ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് പറയാൻ അള്ളാഹു ഉപയോഗിച്ചത് ഹിയ എന്ന സർവനാമമാണ്. ആ നാമം ഉപയോഗിച്ചപ്പോ മനസ്സിലായി അത് ആദരവിൻ്റെതാണ്. അത് എത്രാമത്തെ വാചകമാണ്? സൂറത്തുൽ ഖദ്റിൽ 30 വാചകങ്ങളിൽ 27ാമത്തെ വാചകമാണ് ഹിയ എന്ന പ്രയോഗം. അതുകൊണ്ട് ലൈലത്തുൽ ഖദ്ർ 27ാം രാവിനാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരണം കേട്ടപ്പോ ഉമറുൽ ഫാറൂഖ് തങ്ങള് മതി ഇബ്നു അബ്ബാസ് തങ്ങള് കണ്ടോ, ഇനിയും ഉമറുൽ ഫാറൂഖ് തങ്ങൾ എത്ര ചോദ്യം ചോദിച്ചാലും ഇനിയും അഭിപ്രായം പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ മാത്രം കഴിവുള്ള കെൽപ്പുള്ള പണ്ഡിതനാണ് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് തങ്ങൾ. അല്ലാഹുവേ, അവരൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് 27ാം രാവിനാണെന്നാണ്. ഇൻഷാ അല്ലാഹ് ആ രാവും കൂടി നന്നായി നമ്മൾ മുതലെടുക്കണം. അന്ന് ധാരാളം സ്വതക്ക ചെയ്യണം, ധാരാളം ഖുർആൻ ഓതണം. പിന്നെ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അന്ന് രാത്രി നല്ല മന്ദമാരുതൻ അടിച്ചു വീശുന്ന ശാന്തമായ രാത്രിയാണ്. അഥവാ ഓടി നടക്കുന്ന നക്ഷത്രങ്ങൾ അന്ന് ഉണ്ടാവില്ല. ചിലപ്പോ കാണാലോ രാത്രി ഇങ്ങനെ നക്ഷത്രം ഇങ്ങനെ ഒരു ഓട്ടം അല്ലേ, അത് മാണിക്യം ഇങ്ങനെ പോകുന്നത് കാണാം. അഥവാ പിശാചുക്കൾ ഓടുന്ന സമയമാണത്. പിശാചിനെ കെട്ടിയിടുന്ന ദിവസവും രാത്രിയുമായതുകൊണ്ട് അന്ന് അങ്ങനെ നക്ഷത്രങ്ങൾ ഓടുന്നത് കാണാൻ കഴിയില്ല. ശാന്തമായ രാത്രിയാണ്. തണുപ്പ് ചൂട് എന്നത് പ്രത്യേകമായി പറയാൻ പറ്റാത്ത രാത്രിയാണ്. നേരം വെളുക്കുമ്പോൾ മാലാകമാര് മേലോട്ടുയരുന്ന കാരണം അവരുടെ ചിറകിന്റെ തടസ്സം കാരണം സൂര്യന്റെ ചൂട് വല്ലാതെ ഏൽക്കാത്ത ദിവസമാണ്. ആ പകല് നല്ല ശാന്തമായ അന്ന് സൂര്യന് മങ്ങലേൽക്കുന്ന ദിവസമാണ്.